പാലക്കാട് പാൽ സൊസൈറ്റി പ്രസിഡന്റ് ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ച് ജീവനൊടുക്കി. വ്യാഴാഴ്ച വൈകിട്ടാണ് സംഭവം. തെക്കേപ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് 70 വയസ്സുള്ള VK പ്രഭാകരനാണ് ആത്മഹത്യ ചെയ്തത്. വ്യാഴാഴ്ച വൈകിട്ടാണ് പ്രഭാകരനെ വീടിനോട് ചേർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോൺഗ്രസ് ഭരണത്തിലുള്ള തെക്കേപ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ 20 വർഷത്തോളമായി പ്രസിഡന്റാണ് പ്രഭാകരൻ. തന്റെ വ്യാജ ഒപ്പുപയോഗിച്ച് സൊസൈറ്റിയിൽ നിന്നും സെക്രട്ടറി പണം തട്ടിയെന്നാണ് ആത്മഹത്യാക്കുറിപ്പിലുള്ളത്. 2018 മുതൽ സംഘത്തിന്റെ സെക്രട്ടറിയായി തുടരുന്ന ശരത് കുമാറും ജീവനക്കാരി രമയും തന്നെ കബളിപ്പിച്ച് 15 ലക്ഷം തട്ടിയെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. സെക്രട്ടറിക്കും രമയ്ക്കുമെതിരെ ഹേമാംബിക പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് പ്രഭാകരനെയും ആരോപണ വിധേയരായവരെയും സ്റ്റേഷനിൽ വിളിച്ചുവരുത്തി മധ്യസ്ഥം വെച്ചിരുന്നു. തുക തിരിച്ചടയ്ക്കാമെന്ന് സെക്രട്ടറി ഉറപ്പും നൽകിയിരുന്നു. അതേസമയം സംഘത്തിൽ നിന്നും പണം നഷ്ടപ്പെട്ടാൽ ഉത്തരവാദിത്തം പ്രസിഡന്റിനായതിനാൽ പ്രഭാകരൻ കടുത്ത മാനസിക പ്രയാസത്തിലായിരുന്നുവെന്നും മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നും പ്രഭാകരന്റെ കുടുംബം ആവശ്യപ്പെട്ടു. തെക്കേപ്പറമ്പ് ക്ഷീരോത്പാദക സംഘത്തിൽ വർക്ക് ചെയ്യുന്ന പ്രസിഡന്റാണ് മൂപ്പർ. അവിടുത്തെ ഇത് സ്ഥിരമായിട്ട് നിർത്തിയൊരു സെക്രട്ടറി പിരിഞ്ഞുപോയി. അതിൻ്റെ പകരം താൽക്കാലികമായ ഒരു പയ്യനെ ശരത്ത് പറഞ്ഞ പയ്യനെ നിർത്തി. ശരത്ത് പറഞ്ഞ പയ്യനെ താൽക്കാലികമായി നോക്കാനും നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കൊറോണ വന്ന സമയത്ത് അച്ഛൻ ക്വാറന്റൈനിലായിരുന്നു. ക്വാറന്റൈനിലാകുമ്പോൾ മൂപ്പർ വീട്ടിൽ വന്ന് ചെക്കും കൊണ്ട് വന്ന് ചെക്ക് മാത്രം ഒപ്പിടാൻ പറയും. ചെക്ക് ഒപ്പിട്ടിട്ട് അച്ഛൻ കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ കുറേ പ്രാവശ്യം വന്ന് ഒപ്പിട്ട് അവർ പോയിട്ട് അച്ഛൻ ഞാൻ പറയാം അപ്പുറം പറയും എന്താ അച്ഛൻ ഒപ്പിട്ട് കൊടുക്കുക വെച്ചാൽ അവൻ കുഴപ്പമില്ല അവർക്കും പറയും. ഇപ്പോൾ ഒപ്പിട്ട് സംഖ്യയൊക്കെ മാറ്റിയ സംഖ്യ ചെയ്തിട്ടില്ലേ. എന്നിട്ട് അവന് ഇഷ്ടമുള്ള സംഖ്യ ചെയ്തിട്ടുണ്ട്. 10-15 ലക്ഷം അങ്ങനെ ആയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ പറഞ്ഞ് എനിക്ക് കുറച്ച് തരാൻ പറ്റില്ല, കുറച്ച് എന്തൊക്കെ പണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം കംപ്ലയിൻറ്റ് ഇപ്പം വന്നിട്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടി പോയി. പിന്നെ ഒന്നുമില്ല, അച്ഛന് മാനസികമായി തളർന്നു. പൈസ മൂപ്പർ കൊടുക്കേണ്ടി വരുമോ, പിന്നെ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തി ചെയ്യോ, ഇതൊക്കെയാണ് ഇത് സംഭവം. ഭീഷണിപ്പെടുത്തി തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അല്ലാതെ അച്ഛൻ അങ്ങനെ ഒരിക്കലും ഞാൻ രാവിലെ പോകുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കി തന്നെ എനിക്ക് രാവിലെ ഞാൻ പോകുമ്പോൾ ഭക്ഷണം എനിക്ക് വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട് അച്ഛൻ ഭക്ഷണം ഉണ്ടാക്കി എല്ലാം വെച്ചിട്ടുണ്ട്. ഭക്ഷണം മൂപ്പർ കഴിച്ചിട്ടില്ല. ഞാൻ രാവിലെ ചോദിച്ചു അച്ഛൻ അത് കഴിച്ച് ഞാൻ വെളിയിൽ നിന്ന് കഴിച്ചു പറഞ്ഞു. അപ്പോൾ നീ കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വർക്കിന് വരികയും ചെയ്തു. ഞാൻ 11 മണിക്ക് എത്തുമ്പോഴാണ് ഈ സംഭവം കാണുന്നത്. പരാതി കൊടുത്തിട്ടുണ്ട്. സെറ്റിൽ ചെയ്യാൻ പറഞ്ഞു. സെറ്റിൽ ചെയ്യാൻ സ്റ്റേഷനിൽ പോയി സെറ്റിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരത്ത് സെറ്റ് ചെയ്തിട്ടില്ല. രമ എന്ന് പറഞ്ഞാൽ അവിടെ പാൽ അളന്നിട്ട് ഒഴിക്കുന്ന സ്ത്രീയാണ്. ഇവർ രണ്ടാളും അറിയാതെ അവിടെ നടക്കും. ഞാനൊരു ദിവസം ഒരു 10-10:30 വരുമ്പോൾ ഈ ശരത്ത് പറഞ്ഞ വ്യക്തി കമ്പ്യൂട്ടറിൽ എന്തോ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ. ഞാൻ അച്ഛനെ ചോദിച്ചു, വ്യക്തിയോട് ചോദിച്ചു, അച്ഛൻ ചോദിച്ചാൽ അവൻ പണി കഴിഞ്ഞിട്ട് വന്നിട്ട് അത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് കള്ളക്കണക്ക് നോക്കിയിട്ട് സെറ്റ് ചെയ്യും. ഇതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു എടാ രാവിലെ പണിക്ക് പറ്റിയ വൈകുന്നേരത്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതാണ് സംഭവം. ഇവർ രമയും കൂടെ അറിഞ്ഞുകൊണ്ടാണ് സംഭവിച്ചത്. UTV ന്യൂസ് പാലക്കാട്.